നേരം വെളുത്ത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ പണിയെന്ന് പറഞ്ഞിരുന്ന ഉള്ള വള്ളങ്ങൾ മൊത്തം കയറി ചോദിക്കല. ഇവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും വയസ്സായ ആൾക്കാരാണ് പണിക്ക് പോകുന്നത്. അവർക്കാണെങ്കിൽ ഇതിൻ്റെ ഇത് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പണിക്ക് പോകണമെന്ന് പറയുമ്പോൾ ആൾക്കാരുണ്ടെന്ന് പറയും. പോരാത്തതിന് മീനുകൾ കുറവായതുകൊണ്ട് കയറ്റുന്നില്ല എന്ന് പറയും. മൂന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടൊന്നും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് താല്പര്യമില്ല. അങ്ങനത്തെ ഒരുപാട് ഇതുണ്ട്. ഉണ്ടല്ലേ, എല്ലാം വയസ്സായ ആൾക്കാരാണ് ഇവിടെ നിന്ന് പണിക്ക് പോകുന്നത്. പക്ഷെ എന്നിരുന്നാൽ ഇന്ന് പണിക്ക് ഒരുപാട് വള്ളങ്ങൾ ഇറക്കിയിട്ടുണ്ട്. നമുക്ക് വീഡിയോ എടുക്കാൻ പോകാൻ പറ്റിയില്ല കേട്ടോ. ഏതായാലും ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തൊട്ടടുത്ത് തന്നെ കമ്പോല വിടുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാഴ്ച കാണിക്കാം. ഇവിടെ അതായത് മീനുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് കമ്പോല വിടാൻ വേണ്ടി വന്നവരൊക്കെ ഇവിടെ കൂട്ടം കൂടി ഇരിപ്പുണ്ട്. അവരടുത്ത് ചോദിച്ചപ്പോഴേക്കും അവർ മീനില്ലാത്തതുകൊണ്ട് ഇറക്കുന്നില്ലെന്നാണ് പറഞ്ഞത്. ഏതായാലും സമയത്തിന് എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കി കഴിക്കാം, അതേ നടക്കത്തുള്ളൂ. വേറെ ഒരു പണിയും നടക്കാൻ ചാൻസ് ഇല്ല. നമുക്ക് വള്ളങ്ങളും കിട്ടിയില്ല. ആകെ കൊണ്ട് ശോകത്തിലാണ്. ശോകം മറയ്ക്കാൻ വേണ്ടി നമുക്കൊക്കെ ഏതായാലും ഫുഡ് അടിച്ചങ്ങ് മറയ്ക്കാം. ഇതാണ് ഞാൻ കിടന്ന സ്ഥലം കേട്ടോ. ഇതിപ്പോൾ ഒരു വള്ളങ്ങൾ പണിക്ക് പോയിട്ട് വന്നവർക്ക് വിശ്രമിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ കുറച്ച് ആൾക്കാർ മാത്രമേ വരത്തുള്ളൂ, അല്ലാതെ അധികം ആൾക്കാരൊന്നും വരത്തില്ല. അപ്പോൾ ഇവിടെ ആയിരുന്നു നമ്മൾ ഇന്നലെ രാത്രി കിടന്നത് ഇവിടെ ആയിരുന്നു. ഇവിടെ നിന്ന് ഇനിയിപ്പോൾ ബാഗ് വെച്ചിരിക്കാൻ കൊടുത്തിരിക്കുന്ന ഒരു വീട്ടിലാണ്. കാര്യം പണിക്ക് പോയി കഴിഞ്ഞാൽ ബാഗ് ഇവിടെ ഇരിക്കുന്നത് ആരെങ്കിലും എടുത്ത് പരിശോധിച്ച് നോക്കി കഴിഞ്ഞാൽ നല്ല സാധനങ്ങളൊക്കെ മിസ്സായാലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ബാഗ് ഒരു വീട്ടിൽ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഏതായാലും ബാഗ് പോയി വാങ്ങിക്കണം. ബാഗ് പോയി വാങ്ങിച്ചിട്ട് എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കി കഴിച്ചിട്ട് അല്ലെങ്കിൽ കുളിച്ചിട്ട് വന്നിട്ട് കഴിക്കാം. ബ്രഷല്ല അതിൻ്റെ അകത്താണ്. ഇനി നമ്മൾ ഒരു ബാഗ് മാത്രമേ എടുത്തിട്ടുള്ളൂ. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലാണ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇരിക്കുന്നത്. പോരാത്തതിന് എൻ്റെ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇപ്പോൾ ഇവിടെ ടെൻ്റ് അടിക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് മറ്റേ വലിയ ബാഗൊക്കെ ഒരു വീട്ടിൽ കൊടുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതായത് തൊട്ടടുത്തുള്ള ഒരു വീട്ടിൽ തന്നെ. അപ്പോൾ ബാഗ് ഇവിടെ ഇതുപോലുള്ള ഷെഡൊക്കെ ഉള്ളതുകൊണ്ട് ഒത്തിരി സൗകര്യമായി. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോൺ ചാർജ് ചെയ്തിട്ട് പുറത്തോട്ട് പോകേണ്ട ആവശ്യമില്ല. ഈ ഒരു സൈഡിൽ ഇതിൻ്റെ ചാർജിങ് സ്പോട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഏതായാലും എൻ്റെ ചാർജർ ആ വീട്ടിൽ തന്നെ ഇരിക്കുന്നത്. അവിടെ നിന്ന് ചാർജർ വാങ്ങിച്ചിട്ട് വേണം. അതുപോലെ എൻ്റെ ബാഗ് പിന്നാലെ കിടക്കുന്ന ബാഗ് ഉണ്ട്. ഇതിലാണ് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. പവർ ബാങ്ക് മറ്റ് സാധനങ്ങളെല്ലാം ഇതിനുള്ളിലാണ്. അപ്പോൾ ഇനി ഏതായാലും ആദ്യം പല്ല് തേക്കാണ്ട് ബ്രഷ് അവിടെ തുടങ്ങി അവിടെ വെച്ച് മറന്നു വെച്ചിട്ട് വന്നു. ഇനിയിപ്പോൾ ബ്രഷ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇവിടെ തൊട്ടടുത്ത് ഈ ഒരു കട മാത്രമേ ഉള്ളൂ. വേറെ ഈ പരിസരങ്ങളിൽ വേറെ ഒരു കടയും ഇല്ല. ഇപ്പം മലക്കറി സാധനങ്ങൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് മണവാളക്കുറിച്ചി എന്ന് പറയും. അതായത് കുറച്ച് മുകൾ സൈഡാണ്. അപ്പോൾ ആ സ്ഥലത്തോട്ട് പോകാം. സമയത്ത് രാവിലെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഫുഡ് വാങ്ങിച്ചിട്ടുണ്ട്. ഇനി അടുത്ത പക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി പോയി പല്ല് തേച്ച് കുളിച്ച് റെഡിയാവണം. പക്ഷെ അതിന് മുന്നേ നമുക്ക് തോർത്തില്ലാത്തതാണ് ഒന്നാമത്തെ പ്രശ്നം. ഞാൻ തോർത്ത് എല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പോകുന്ന സ്ഥലത്തുണ്ടല്ലോ നമ്മളവിടെ യൂസ് ചെയ്യുന്ന അനുസരിച്ച് ഞാൻ അവിടെ വച്ചിട്ട് മറന്നു വെച്ചിട്ട് പോരും. മറവ് ഇത്തിരി കൂടുതലാണ്, വേറെ ഒന്നുമല്ല കേട്ടോ. അപ്പോൾ ഏതായാലും ഇത് മാഗി എടുത്ത് ബാഗിൻ്റെ അകത്ത് വെച്ചിട്ട് പല്ല് തേക്കാം. അങ്ങനെ നമ്മൾ മണവാളക്കുറിച്ചി എന്ന് പറയുന്ന സ്ഥലത്ത് പോവുകയാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തോർത്ത് മേടിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ തോർത്ത് മേടിക്കണം. ഒപ്പം കുളിക്കാനൊക്കെ ആയിട്ട് ഇവിടുത്തെ ഒരു കുളത്തിലാണ് പോകാൻ വേണ്ടി പോകുന്നത്. കുളമല്ല, ഒരു കായൽ പോലത്തെ ഒരു സംഭവം. അപ്പോൾ ഏതായാലും ആ ഒരു കാഴ്ച കാണാം കേട്ടോ. മണവാളക്കുറിച്ചി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇതാണ് മണവാളക്കുറിച്ചി കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം എങ്ങനെയില്ലെങ്കിലും നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 2-3 കിലോമീറ്റർ അടുപ്പിച്ചുണ്ട് ഇവിടെ നിന്ന് നമ്മൾ കടിയപട്ടണം പോകാൻ വേണ്ടിയിട്ട്. പക്ഷേ എന്നിരുന്നാൽ ഇവിടെ നിന്ന് 10 രൂപ കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോയിൽ തന്നെ കൊണ്ടാക്കി തരും. ഓട്ടോയിൽ തന്നെ ഷെയർ ഓട്ടോ എന്ന് പറയാം കേട്ടോ. അപ്പോൾ ആ ഓട്ടോയിലാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഏതായാലും ഇവിടെ ഏതെങ്കിലും തുണിക്കടയിൽ നിന്ന് തോർത്തും വാങ്ങിച്ചിട്ട് ഇവിടെ തന്നെ കുളിക്കാൻ ഏതെങ്കിലും സ്ഥലമുണ്ടോ എന്ന് നോക്കണം. അതുപോലെ കുളിച്ച് റെഡിയായിട്ട് നമുക്ക് വീണ്ടും കടിയപ്പട്ടണം പോയി ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ. സമയം എത്ര മണി? 8 മണിയൊക്കെ കഴിഞ്ഞു. ഏതായാലും ഇനി പണിയൊന്നുമില്ല. ഈ ഗ്ലാസ് എന്തിനാണ് വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിലടിക്കാൻ തുടങ്ങി. അതുകൊണ്ടാണ് നമ്മൾ മണവാളക്കുറിച്ചി നിന്ന് നേരെ കടിയപട്ടണം പോകാൻ വേണ്ടിയിട്ട് പോയാണ്. അപ്പോൾ ചിന്നവള എന്ന് പറയുന്ന ഒരു ചെറിയൊരു ഗ്രാമമുണ്ട് കേട്ടോ ഇവിടെ കടിയപട്ടണത്തിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട്. അപ്പോൾ അവിടുത്തെ ഒരു കുരിശടിയും അതിൻ്റെ സ്ഥലത്തും പിന്നെ അതിന്ന് ഒരു ആറുണ്ട്. ആറിലാണ് നമ്മൾ കുളിക്കാൻ വേണ്ടി പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ ആ ആറ്റിൽ തന്നെ വീണ്ടും നമ്മൾ പോകാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഏതായാലും എന്നെ ബ്രോ ഇവിടെ കൊണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. ബ്രോയുടെ പേരെന്താ? നിശാം. അപ്പോൾ ബ്രോ ചിന്നവളയിലുള്ളതാണല്ലേ. അത് പറ്റുവാണെന്നുണ്ടെങ്കിൽ ചിന്നവളയിൽ നിന്ന് ഏതെങ്കിലും വള്ളം സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നോക്കാം.
അവിടെ പോയിട്ട് ഏതെങ്കിലും ഒരു വെള്ളം ഇവിടെ നിന്ന് നമുക്ക് ഒരു ഏരിയ വെള്ളം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും നല്ലതായിരിക്കും. ഇനി തൊട്ടടുത്തുള്ള കടിയപട്ടണം പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടുന്ന് 6 കടന്ന് പോകാം. കേട്ടാ, ഒരു വള്ളത്തിൻ്റെ പകുതി ഇരിക്കുന്നത് പോലെയല്ലേ. ഞാൻ ആദ്യം കണ്ടപ്പോൾ വള്ളം എന്നാണ് വിചാരിച്ചത്, പക്ഷെ അത് ആ ഒരു സ്ട്രക്ചറിൽ അവർ ചെയ്തു വെച്ചിരിക്കുന്ന കുരിശടിയാണ് കടലിൻ്റെ സൈഡിലായി. ഇത് കണ്ടിട്ട് ഞാൻ വല്ലാതെ തെറ്റിദ്ധരിച്ചു പോയി ഗൈസ്. അപ്പോൾ ഈ കുരിശടി ഇവിടെ 6, ഈ 6 കടന്ന് വേണം നമുക്ക് അപ്പുറത്ത് പോകാൻ വേണ്ടിയിട്ട്. കടിയപട്ടണം ഈ കാണുന്ന രീതിയിൽ. അപ്പോൾ ഈ വെള്ളം ഒഴുകി പോകുന്ന എല്ലാം നല്ല വെള്ളമാണ് കേട്ടോ. അപ്പോൾ ഈ 6ൻ്റെ ഇതുണ്ടെന്ന്, അതായത് ഈ വെള്ളം ഇറക്കം ഉണ്ടെന്ന് കരുതിയിട്ടാണ് ഈ ഒരു ഭാഗത്തുകൂടി നമ്മൾ കടപ്പുറത്തൂടെ നടന്നു വരാത്തത്. ഇല്ലാതിരുന്നെന്നുണ്ടെങ്കിൽ ഈ വശത്തുകൂടി ആയിരുന്നു നമ്മൾ നടന്നു വരാൻ വേണ്ടി പ്ലാൻ ചെയ്തത്. എന്നാലും വെള്ളം നല്ല ഓട്ടം ഉണ്ട് ഇതിനകത്ത്. അങ്ങോട്ട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ള് കാടടക്കി ഇരിക്കുമ്പോണ്ടെങ്കിലും ഇപ്പുറത്തൊക്കെ കഴിഞ്ഞാൽ തെളിവ് വെള്ളമാണ്. ഏതായാലും ഈ കടൽ കടന്ന് പൊയ്ക്കോളാം. കടലിൽ 6 കടന്ന് പൊയ്ക്കോളാം. ഓക്കെ ബ്രോ, ശരി ബ്രോ, താങ്ക്സ് ബ്രോ. അവൻ പറഞ്ഞ ഐഡിയയിലാണ് അവിടെ പോയത്. ഇല്ലെങ്കിൽ വീണ്ടും നമ്മൾ ഷെയർ ഓട്ടോയിൽ ഒരു 10 രൂപ കൊടുത്ത് കടിയപട്ടണം വന്ന് ഇറങ്ങേണ്ടതായിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഇത് എളുപ്പമായി. അവിടെ നോക്കി കഴിഞ്ഞാൽ ഈ ആറ്റിൽ തന്നെ ഒരുപാട് പേര് കുളിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മളും കുളിക്കാൻ വേണ്ടി പോകുന്നത്. ഏതായാലും ഇനി ഇതാ വെള്ളം തെളിഞ്ഞിടക്ക് നോക്കി. അപ്പോൾ ഈ സ്ഥലത്താണ് നമ്മൾ കുളിക്കാൻ വേണ്ടി പോകുന്നത്. സാധനങ്ങളെല്ലാം ഇവിടെ എവിടെയെങ്കിലും വെച്ചിട്ട് ഡ്രസ്സൊക്കെ മാറിയിട്ട് ഇനി കുളിക്കാം. അവിടെ ഒരുപാട് അങ്കിൾമാരെല്ലാം ഉണ്ട് കുളിക്കാൻ വേണ്ടിയിട്ട്. കുളിക്കുന്ന സ്ഥലത്ത് അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ പാടില്ല, എന്നാലും പറ്റുന്നത്രയും കാണിക്കാം. അപ്പോൾ തിങ്സൊക്കെ ഇവിടെ വച്ചിരിപ്പുണ്ട്. തുണി വേണ്ട സോപ്പ്, കുളിക്കേണ്ട സോപ്പ്, പിന്നെ തോർത്ത്, പിന്നെ ബാക്കിയുള്ള സാധനങ്ങൾ, അതായത് ഇടേണ്ട ഡ്രസ്സൊക്കെയാണ് ആ ബാഗിനകത്ത് കേട്ടോ. ഏതായാലും ഇവിടെ നിന്ന് പല്ല് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ വെള്ളം കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ചാടി കുളിക്കാൻ തോന്നുന്നുണ്ട്. ഇനിയിപ്പോൾ എങ്ങനെയാണ് സൗകര്യം നോക്കിയിട്ട് കുളിക്കട്ടെ. കുളിക്കാൻ വേണ്ടിയിട്ട് അങ്കിൾമാരുണ്ട്. അങ്കിൾമാർ പോയതിനു ശേഷം കുളിക്കാമെന്നാണ് ഞാൻ കരുതുന്നത്. പല്ലേശ് തീർന്ന് ഉടനെ കുളിക്കാൻ ഞാൻ ഇറങ്ങും. അപ്പോൾ അങ്കിൾമാർ പോയാലെന്താ പോയില്ലെങ്കിൽ എന്താ, അവരൊക്കെ കുറേ നേരമായിട്ട് കുളിച്ചുകൊണ്ടിരിക്കുക. കുളിക്കാൻ വേണ്ടി വെള്ളത്തിലോട്ട് ചാടാൻ വേണ്ടിയിട്ട് പോയാണ്. ഇത്തിരി ആഴം കുറവുണ്ട് കേട്ടോ. ആഴം വലിയ ആഴമില്ല, ഏതായാലും അത്യാവശ്യത്തിന് കുളിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ആഴമാണ്. നല്ല ഈ ഒരു ലെവലിലുണ്ട്. പിന്നെ അങ്ങോട്ട് നല്ല ആഴം ഉണ്ടെന്നാണ് പറഞ്ഞത്. കുളിക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നീന്തി കുളിക്കുമ്പോൾ ഒത്തിരി ഒന്നല്ല, കടലിലൊന്നും കുളിച്ചിട്ട് വരായിരുന്നു. കടലിൽ കുളിച്ചിട്ട് വന്നിട്ട് ഇവിടെ കുളിക്കായിരുന്നു. കുളി പാസ്സാക്കിയതിന് ശേഷം തുണിയൊക്കെ ഡ്രസ്സൊക്കെ കഴുകിയിട്ടിരുന്ന ഡ്രസ്സ് കഴുകിയെടുത്തിട്ട് നമ്മളെ ഷെഡിലോട്ട് പോയാണ്. അപ്പോൾ ഷെഡുള്ളത് കൊണ്ട് സത്യം പറഞ്ഞ് കഴിഞ്ഞാൽ ഒത്തിരി സൗകര്യമുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ടെൻറ്റ് ചുമന്നുകൊണ്ട് നടക്കേണ്ട അവസ്ഥയില്ല. ഷെഡിൽ കൊണ്ട് നമ്മൾ ഒരു ബാഗ് മാത്രം എടുത്ത് വച്ച് ബാക്കിയുള്ള ടെൻറ്റും ഡ്രസ്സൊക്കെ ഇരിക്കുന്ന ബാഗ് അവിടെ തന്നെ കൊണ്ട് വെച്ചിരിക്കുകയാണ്. വീട്ടിൽ വെച്ചിരിക്കാൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. അപ്പോൾ ഒത്തിരി സൗകര്യമുണ്ട് കേട്ടോ. ഈ ചെറിയ ഒരു സാധനം അതിൻ്റെ അകത്ത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം എടുത്തിട്ട് നടക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ പോയി കുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ കുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പാത്രം എടുത്തിട്ടുണ്ട്, ഗ്യാസ് അടുപ്പൊക്കെ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വെള്ളം ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ, കുടിക്കുന്ന വെള്ളം. സംഭവം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. വെള്ളം ഒത്തിരി കൂടിപ്പോയി എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഈ ഷെഡിലാണ് ഞാൻ ഇന്നലെ കിടന്നുറങ്ങിയത്. അപ്പോൾ അതാ ഇവിടെ നമ്മുടെ നൂഡിൽസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗ്യാസ് അടുപ്പ് അവിടെയൊക്കെ ഇരിപ്പുണ്ട്. ഇനിയിപ്പോൾ ഫോൺ ആദ്യം ചാർജിലിടാൻ വേണ്ടിയിട്ടുള്ള ഒരു ചാർജിങ് സ്പോട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഒത്തിരി സൗകര്യമായിരുന്നു. അപ്പോൾ ഇനി ഏതായാലും ചാർജിന് ഒന്ന് ഐഫോൺ ഇട്ടേക്കാം. ഓക്കെ, അടുത്ത് കഴിച്ചു കഴിഞ്ഞിട്ട് വീഡിയോ എഡിറ്റിംഗ് വർക്കുണ്ട്. ഏതായാലും ഈ പണികളൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് കാണാം. വീഡിയോ എഡിറ്റ് ചെയ്യണതാണ് ഒന്നാമത്തെ ടാസ്ക്. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് വേണം വീഡിയോ എഡിറ്റ് ചെയ്യാൻ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വർക്കുണ്ട്. അപ്പോൾ അതിന് മുന്നേ ഫോണൊന്ന് ചാർജ് മൊത്തത്തിൽ കുറവാണ്. അപ്പോൾ ചാർജൊക്കെ ഒന്ന് ഇട്ടിട്ട് നമുക്ക് അടുത്ത്
വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തതിന് ശേഷം കാണാം. സമയം ഏകദേശം 5 മണിയായി. ഇതുവരെയായിട്ട് എഡിറ്റിംഗ് തീർന്നിട്ടില്ല കേട്ടോ. എന്താ പറഞ്ഞാൽ ഫേസ്ബുക്കിലെ വീഡിയോ എഡിറ്റ് ചെയ്ത് ഫേസ്ബുക്കിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഇപ്പോൾ യൂട്യൂബിൻ്റെ വീഡിയോ ഇടണം. യൂട്യൂബിൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്തില്ല. പോരാത്തതിൽ അതിൻ്റെ ഇടയ്ക്ക് 2-3 റീൽസ് ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഫോണൊന്ന് ചാർജിനിട്ട് തീർന്ന് ചാർജ് കയറി വന്നപ്പോഴേക്കും എഡിറ്റിങ് തുടങ്ങി. നേരെ കണ്ണ് നോക്കി ഉറക്കം വരുന്നുണ്ട്. പക്ഷേ വീഡിയോ ഇന്ന് ഇടണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എഡിറ്റ് ചെയ്ത് തീർത്ത് ഏകദേശം ഒരു 2-3 മണിക്കൂറിൽ ഷെഡ്യൂൾ ചെയ്ത് വെച്ചാൽ മാത്രമേ ഇന്ന് വൈകിട്ട് വീഡിയോ ഇടാൻ പറ്റത്തുള്ളൂ. അതും നെറ്റ്വർക്ക് ഒന്നാമത് ഇഷ്യൂ ആണ്. അപ്പോൾ ഈ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിലോട്ട് പോയി നിൽക്കണം. അങ്ങനത്തെ കുറച്ച് പണിയുണ്ട്. ഏതായാലും ഉറങ്ങാതെ നിന്ന് കഴിഞ്ഞ് തന്നാൽ അതൊന്നും നടക്കൂല, ഉറപ്പായിട്ടും നടക്കൂല. ഫുഡ് കഴിച്ചില്ല. ഫുഡ് കഴിക്കാനും ഫുഡ് ഉണ്ടാക്കാനൊന്നും സമയമില്ല. വേറെ ഒന്നുമില്ല, ഫുഡ് ഉണ്ടാക്കാനുള്ള സമയമില്ല, അതിന് പറ്റിയ സൗകര്യമില്ല. ഇനിയിപ്പോൾ ഏതെങ്കിലും കടയിൽ നിന്ന് ബന്ന് എന്തെങ്കിലും വാങ്ങിച്ച് കഴിക്കാം. സമയം 1:30 സമയം 1:30 ആയപ്പോഴേക്കും നമ്മൾ വീഡിയോ എഡിറ്റിംഗ് വർക്ക് തീർന്നു. ബാഗ് ഇവിടെ തൽക്കാലത്തേക്ക് ഇരിക്കട്ടെ. ഫോണ് ഇവിടെ ചാർജിന് ഇരിക്കുകയാണ്. പവർ ബാങ്ക് ഇവിടെ ചാർജിന് വെച്ചിട്ടുണ്ട്. ഏതായാലും ഈ ഇപ്പോൾ വീഡിയോ എടുക്കുന്ന ഫോൺ ഒന്നുകൂടെ എടുത്ത് ചാർജിൽ വെക്കണം. അതിന് മുന്നേ ഇവിടെ മീൻ കച്ചവടമൊക്കെ തുടങ്ങി കേട്ടോ. ആ ഒരു ഭാഗത്ത് മീൻ കച്ചവടം തുടങ്ങിയിട്ടുണ്ട്. വള്ളങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ട് വരുന്നു. ചെറു മരങ്ങളൊക്കെയാണ് പണിക്ക് പോയിട്ട് വരുന്നത്. കണ്ണൊക്കെ ഒരുമാതിരി ഇരിക്കുന്നു ഉറക്കം വന്നിട്ട്. ഓക്കെ, അപ്പോൾ സമയം ഏകദേശം 1:30 ആയിട്ടുണ്ട്. അപ്പോൾ ഈ ടൈമിൽ ഇവിടെ മീൻ കച്ചവടം തുടങ്ങി. അതുപോലെ തന്നെ ഒരുപാട് വള്ളങ്ങൾ പണിക്ക് പോയ എല്ലാ മരങ്ങളും തിരിച്ചു വരുന്നുണ്ട്. ഇതുപോലത്തെ ചെറുവഞ്ചികൾ, അതായത് ഒരു 8-9 ഇഞ്ചിനൊക്കെ ഉള്ള വള്ളങ്ങളൊക്കെയാണ് ഇവിടെ കൂടുതലും പണിക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ വന്നിരിക്കുന്ന വള്ളങ്ങളിൽ എല്ലാത്തിലും മീനുണ്ട്. അവർ കൊടുക്കുന്ന ഇവിടെ ഈ മീൻ വിൽപ്പന കേന്ദ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബൾക്കായിട്ട് മീൻ എടുക്കുന്ന ആൾക്കാരൊന്നും ഇല്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മീൻ എടുക്കാൻ വരുന്നവരെല്ലാം വീട്ടാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മീനെടുക്കാൻ വരുന്നവരാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും 1000 രൂപയ്ക്ക് കുറഞ്ഞ അളവിനുള്ള മീനുകൾ മാത്രമേ ഇട്ടിട്ട് ലേലം വിളിക്കുന്നുള്ളൂ. ഏതായാലും ഇവിടുത്തെ മീൻ കച്ചവടം നടക്കുന്നുണ്ട്. നമ്മളെ കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് മീൻ വിൽപ്പനയുടെ വീഡിയോ ഏതായാലും ഇന്നലെ ഇട്ടിട്ടുണ്ട്. അത് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കയറി കണ്ടു നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാവും ഇവിടുത്തെ മീൻ വിൽപ്പന എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് ഒന്ന് വിശക്കുന്ന ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് റെഡിയാക്കട്ടെ. ഇല്ലായിരുന്നേ ഇവിടെ ആകെ ഉള്ള ഒരു കട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മാത്രമാണ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേക്ക്, ബന്ന് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് വാങ്ങിച്ച് കഴിക്കാൻ തൽക്കാലത്തേക്ക്. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹോട്ടലിൽ പോകണമെന്നുണ്ടെങ്കിൽ ഇനി മണവാളക്കുറിച്ചി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലമുണ്ട്, അങ്ങോട്ടേക്ക് പോകണം. ഇതിൻ്റെ ഇടയിൽ പോയിരുന്നു പക്ഷെ തള്ളി കിട്ടോ മരം. വരെ കുറുക്കാർ ആ ഇഞ്ചിനെ ഓർമ്മ. എൻ്റെ ഉച്ചത്തെ ഫുഡാണ് സ്ലൈസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനം. അപ്പോൾ ഇതാണ് ഇപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചത്. വേറെ ഒന്നും കിട്ടിയില്ല, മഞ്ഞ ഐറ്റംസ് ഒന്നും കിട്ടിയില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഇത് വാങ്ങിച്ച് പിന്നെ ഒരു കേക്ക് വാങ്ങിച്ച് അപ്പോൾ ഉച്ചക്കത്തുള്ള ഫുഡ് ഇതായി. ഏതായാലും ഇനിയിപ്പോൾ കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം. സമയം ഏകദേശം 3:30 ആയിട്ടുണ്ട്. അപ്പോൾ ഈ ടൈമിൽ നമ്മൾ എഡിറ്റ് ചെയ്ത വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ 2-3 പ്രാവശ്യം പോയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കടപ്പുറത്താണെന്നുണ്ടെങ്കിൽ ഒരുപാട് വള്ളങ്ങൾ അണച്ച്. അപ്പോൾ അവരുടെ അടുത്ത് പെർമിഷൻ ചോദിക്കാൻ വേണ്ടി, നാളെ പണിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ടോ എന്ന് തിരക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആ ഒരു സമയത്ത് പോയത്. പിന്നെതാ ഡ്രസ്സൊക്കെ ഉണങ്ങി. പാവൻ്റെ ഡ്രസ്സ് കിടക്കട്ടെ. ഓക്കെ, എല്ലാം ഉണങ്ങി കാഞ്ഞു കിടക്കുന്നു. ഇനിയിപ്പോൾ പോകുമ്പോൾ എടുത്തിട്ട് പോവാം. അതിന് മുന്നേ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിലാണ് വന്നത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരിയെങ്കിലും റേഞ്ച് കൂടുതൽ കിട്ടുന്നത് ഈ ഒരു ഭാഗത്താണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ഇവിടെ ഈ ഒരു മൂലയ്ക്ക് ഇവിടെ എങ്കിലും ഇരുന്നിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഇനി അപ്ലോഡ് ചെയ്തതിന് ശേഷം കാണാം. അപ്പോൾ സമയം ഏകദേശം 5:30 ആയിട്ടുണ്ട്. അപ്പോൾ ഈ ടൈമിലാണ് എൻ്റെ വർക്കൊക്കെ തീർന്നത്. അതായത് വീഡിയോ എഡിറ്റിങ്ങും അപ്ലോഡിങ്ങും കഴിഞ്ഞ് അതിൻ്റെ തംബ്നെയിലൊക്കെ സെറ്റ് ചെയ്ത് ഷെഡ്യൂൾ ചെയ്ത് വെച്ചത് ഈ ഒരു ടൈമിലാണ്. അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നേരം ബീച്ചിൽ പോയി ഇരിക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് ഇരയായിട്ടൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ടാണ് മടിച്ച് നിൽക്കുന്നത്, വേറെ ഒന്നുമല്ല. ഇരയായിട്ട് എന്തെങ്കിലും കിട്ടിയിരുന്നെന്നുണ്ടെങ്കിൽ നമുക്ക് ചൂണ്ടയിട്ട് മീനെന്തെങ്കിലും പിടിച്ചിട്ട് രാത്രി കുക്ക് ചെയ്യാമായിരുന്നു. പക്ഷേ ഇപ്പം തന്നെ പണി തീർന്ന് വെളുത്തിയാണ്. ഇനി അടുത്ത പണി ചെയ്യാൻ വേണ്ടിയിട്ട് മടി, വേറെ അതല്ല. അപ്പോൾ നോക്കിയതാ ഇവിടുത്തെ ബീച്ച് ഉണ്ടല്ലേ, ഇവിടുത്തെ ബീച്ചിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഇപ്പോൾ വേലി ഇറക്കാണെന്ന് തോന്നുന്നു. വെള്ളമൊക്കെ വറ്റി കിടപ്പുണ്ട്.
ഈ ഒരു ഭാഗത്തോട്ട് നോക്കി കഴിഞ്ഞാൽ വെറും പാറകൾ, അതിൻ്റെ മേളിൽ മുരുക്ക് എല്ലാം പറ്റി പിടിച്ചെടുപ്പാണ്. നോക്കി മുഴുവനും സീ ആർച്ചാണ് കേട്ടോ. വേണ്ടില്ലേ ആ കല്ലിൻ്റെ ആ സൈഡിൽ നോക്കി കഴിഞ്ഞാൽ കറുത്ത ഇതുപോലെ കാണുന്നുണ്ടില്ലേ, എല്ലാം സീ ആർച്ചാണ്. അവിടെ മാത്രമല്ല, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് സീ ആർച്ച് തന്നെ. എൻ്റെ പൊന്നോ, ഈ തീരം മുഴുവനും സീ ആർച്ചിൻ്റെ കൂമ്പാരം തന്നെ. ഇത് അവിടെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ പോയി കല്ല് ഒത്തിരി വെള്ളം വറ്റട്ടെ, വെള്ളം വറ്റുമ്പോൾ നിങ്ങൾ കാണിച്ചു തരാം. എവിടെ വെള്ളം വറ്റട്ടെന്ന് വിചാരിച്ചപ്പോഴേക്കും വെള്ളം കയറും. ഇവിടെ മൊത്തത്തിൽ സീ ആർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ നിൽക്കുന്നു. സീ ആർച്ച് വെച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? എനിക്ക് എന്തൊക്കെയാ തോന്നുന്നത്. പക്ഷേ വെറുതെ നനഞ്ഞ് രാത്രി ഒന്നാതെ കുളിക്കാൻ പറയുമ്പോൾ നദി ഉണ്ടല്ലോ, എന്തെങ്കിലുമൊക്കെ ചെയ്താലോ. കൈയും കാലം ഊരണം. നമുക്ക് രാവിലെ ചെയ്യാം. രാവിലെ ഏതായാലും പണിക്ക് പോയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു അടിപൊളി ഫിഷിങ് കാണാം. പണിക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ കടൽ ഫിഷിങ്, പണിക്ക് പോയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയില്ലെങ്കിൽ ഇവിടെ നിന്ന് ഒരു ഫിഷിങ് വീഡിയോ എടുത്തിട്ട് നാളെ തന്നെ ഇവിടെ നിന്ന് എസ്കേപ്പ് ആകണം. അതാണ് പ്ലാൻ. കടൽ പൊങ്ങി തുടങ്ങി. രാത്രി വേണ്ട ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. രാത്രി വേറെ ഒന്നുമില്ല കേട്ടോ, ഓട്സാണ്. ഓട്സ് ഇവിടെ ഇരിപ്പുണ്ട്. പഞ്ചസാരയും വാങ്ങിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഏതായാലും രാത്രിക്ക് വേണ്ടിയുള്ള ഫുഡ് റെഡിയാക്കാം. ഇനി നമ്മുടെ ഓട്സ് റെഡി ആയിട്ടുണ്ട്. കുറച്ച് നട്ട്സൊക്കെ ഞാൻ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇട്ടതാണ്. നമ്മളെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഏതായാലും അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.